നമുക്കൊന്ന് കണ്ണൂരിലേക്ക് പോകാം. അവിടെ കണ്ണൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. തിരുമേനി പെരിയാനപ്പറമ്പിലെ വർഗീസിന്റെ വീടാണ് പൂർണ്ണമായും തകർന്നു പോയത്. വീട്ടിലുള്ളവർ പുറത്തേക്ക് ഓടി മാറിയതിനാൽ അപകടം ഒഴിവാവുകയായിരുന്നു. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, തിരുമേനിയൊക്കെ ഒരു മലയോര മേഖലയുടെ ഭാഗമാണ് കണ്ണൂരിലെ. അവിടെ ചെറുപുഴ തുടങ്ങിയ മേഖലകളിലേക്ക് ശക്തമായ കാറ്റും മഴയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതെന്താണ് സംഭവിച്ചത്? അവിടെ ആർക്കെങ്കിലും പരുക്കുണ്ടോ? പ്രജിൻ, ഇന്ന് മലയോര മേഖലയിൽ, കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു രാവിലെ. ഇപ്പോൾ മഴക്കൽപ്പം ശമനമുണ്ടായിട്ടുണ്ട്. രാവിലെ അതിശക്തമായ കാറ്റാണ് പല ഇടങ്ങളിലും വീശിയതെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിനിടെയാണ് ചെറുപുഴ തിരുമേനിയിൽ ഈ ഇത്തരത്തിൽ വീട് തകർന്നു പോയത്. ശക്തമായ മഴയിലും കാറ്റിലുമാണ് ഈ വീട് പൂർണ്ണമായും തന്നെ തകർന്നത്. പെരിയാനപ്പറമ്പിലെ വർഗീസിന്റെ വീടാണ് തകർന്നത്. ആ സമയത്ത് വർഗീസും ഉൾപ്പെടെ 3 പേർ ആ വീട്ടിലുണ്ടായിരുന്നു. ആദ്യ ശബ്ദം കേട്ട ഉടൻ തന്നെ പുറത്തേക്ക് ഓടി മാറിയതിനാലാണ് വലിയ അപകടം ഒഴിവായത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ വീട് പൂർണ്ണമായും തന്നെ എന്തായാലും തകർന്നിട്ടുണ്ട്. അവിടെ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ അവിടെ എത്തി കാര്യങ്ങൾ എന്തായാലും പരിശോധിച്ചിട്ടുണ്ട്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. സമാനമായി പലയിടങ്ങളിലും ശക്തമായ മഴയിലും കാറ്റിലും പ്രത്യേകിച്ച് മലയോര മേഖലയിലും അതോടൊപ്പം കണ്ണൂർ മട്ടന്നൂർ പാതയിലെ വലിയന്നൂരിൽ ഉൾപ്പെടെ വലിയ നാശനഷ്ടം ഈ ശക്തമായ കാറ്റിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ റെഡ് അലർട്ടാണ്. കൂടുതൽ ശക്തമായ മഴ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. എല്ലായിടങ്ങളിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.